മണ്ണാർക്കാട് പാറപ്പുറത്ത് കിട്ടത്ത് വീട്ടിൽ അഭിലാഷാണ് ഇരിക്കുന്നത്. അഭിലാഷ് വിജയൻ സാവിത്രി ദമ്പതികളുടെ മകനാണ്. അദ്ദേഹം ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ അദ്ദേഹത്തിനെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ കാരണം മറ്റ് വ്യക്തികളിൽ നിന്ന്, ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന മറ്റ് വ്യക്തികളിൽ നിന്ന് വിഭിന്നമായി സമൂഹത്തിലെ എല്ലാ മേഖലയിലും താല്പര്യം കാത്തു സൂക്ഷിക്കുന്ന, ഉദാഹരണമായി സിനിമയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, കവിതയാവട്ടെ, സാഹിത്യമാവട്ടെ, എന്തിനധികം പറയുന്നു, കായിക രംഗത്ത് പോലും സ്വന്തമായി താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന അഭിലാഷ് തികച്ചും വേറിട്ട ഒരു കാഴ്ചയാണ് നമുക്കുള്ളത്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടി അറിയിക്കട്ടെ. ശ്രീ അഭിലാഷ് ഈ വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള LDC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണ്. ശാരീരികമായി അദ്ദേഹം വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ബുദ്ധിപരമായും മാനസികമായും കരുത്തനും അതുപോലെ തന്നെ ഉല്ലാസവാനുമാണ് എന്നാണ് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വി മധുസൂദൻ നായർ സാറിന്റെ 12 മക്കളെ പെറ്റരമ്മേ, മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ, 12 രാശിയും നീറ്റും അമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ, സിരയിൽ ഉരയ്ക്കും പുഴുക്കളില്ല, മണ്ണിൽ ഇരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല, വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന വാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റി ഉടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിൽ ഉറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണു പ്രാന്തൻ, മുഖമുരുകുന്ന ഞാനാണു മൂടൻ. ഇംഗ്ലീഷ് സാഹിത്യമാണല്ലോ അഭിലാഷ് എടുത്തിരിക്കുന്നത് പഠിക്കാനായിട്ട്, ഐച്ഛികോഷായിട്ട്. അപ്പോ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അഭിലാഷിന് ഏറ്റവും താല്പര്യം തോന്നിയ ഒരു എഴുത്തുകാരൻ, കവിയോ? വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയർ ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതെ, വില്യം ഷേക്സ്പിയർ. നാടകകൃത്ത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ കാരണം ഒന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ നാടകം എങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറയത്തക്ക രീതിയിലാണ്. സ്വാഭാവികമായിട്ടും മലയാള സാഹിത്യത്തിനും താല്പര്യം ഉണ്ടാവുമല്ലോ അഭിലാഷിന്. മലയാള സാഹിത്യത്തിലെ ഒരു മികച്ച എഴുത്തുകാരൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അഭിലാഷ് എന്തായിരിക്കും ഉത്തരം പറയുന്നത്? അത് തീർച്ചയായും MTയുടെ പേര് നമ്മൾ പറയില്ലേ, MT വാസുദേവൻ നായർ, നാലുകെട്ടിലൂടെ, ONV, അത് കുറെ എഴുത്തുകാർ നമ്മളുടെ സമൂഹത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ ഉണ്ട്. രാഷ്ട്രീയത്തില് താല്പര്യമുള്ള വ്യക്തികളിലൊക്കെ പേര് പറഞ്ഞു. മലയാള സിനിമയിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയോ? മലയാള സിനിമയിൽ താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട നടൻ? അത് പ്രിയപ്പെട്ട മമ്മൂട്ടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി മതസൗഹാർദ്ദപരമായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലി എന്ന് പറയുന്നത് കൃഷിയാണ് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു താല്പര്യം എന്ന് പറയാം. മമ്മൂട്ടിയെ കാണാനും സംസാരിക്കാനും ഒരു അവസരം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കിട്ടിയാൽ തെറ്റില്ല എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കുക. അപ്പൊ മമ്മൂട്ടിയെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ളൊരു സൗകര്യം ഒരുക്കി തരുന്നതായിരിക്കും. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. അഭിലാഷിന്റെ ഇഷ്ട താരമായ, ആരാധനാതാരമായ മമ്മൂട്ടിയെ കണ്ട് സംസാരിക്കാൻ ഒരു അവസരം നമുക്ക് ലഭിക്കുമെന്ന് കരുതാം. ഈ കൃഷിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കൃഷിയിൽ താല്പര്യം തോന്നാൻ എന്താ കാരണം? ഇപ്പൊ ആൾക്കാരൊക്കെ ഈ വിഷരഹിതമായ പച്ചക്കറികളല്ല കഴിക്കുന്നത്, ഇതും കൂടിയ പച്ചക്കറികളാണ്. കൈരളിയിലെ ഒരു കൃഷി അവാർഡ് ചടങ്ങിൽ ശ്രീ മമ്മൂട്ടി തന്നെ മമ്മൂക്ക തന്നെ അതിനെ കുറിച്ച് നമ്മളുടെ കൃഷിയിൽ നിന്നും അകന്നു പോകുന്ന ജനസമൂഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് അഭിലാഷിന് ലഭിച്ചിട്ടുള്ളത്? ഞാന് പ്രോത്സാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയാ. നമ്മളവിടെ നടന്നു കിടക്കുകയാണെങ്കിൽ
വളരെയധികം എഴുന്നേൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തേജനത്തിലേക്ക് എത്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യനെ എന്ന് കഴിഞ്ഞാൽ അവര് അമ്മയും അച്ഛനൊക്കെ തന്നെയാണല്ലോ വളരെ പ്രധാനപ്പെട്ട മൂലകങ്ങൾ സ്ഥാനം വഹിക്കുന്ന. അപ്പൊ അഭിലാഷിന്റെ അമ്മയും അച്ഛനും തന്നെയാണ് അഭിലാഷിന്റെ ശക്തി അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ല, അത് തമാശ പറഞ്ഞതാണ്. ഏറ്റവും വലിയ ശക്തി അമ്മ തന്നെയാണ്. തീർച്ചയായും ജീവിതത്തിൽ അത് തന്നെയാണ്. അഭിലാഷിന് ഇപ്പൊ എത്ര വയസ്സായി? 25 ആവാൻ പോകുന്നു. 25 വയസ്സ്. ജീവിതത്തിൽ എന്തായി തരണം എന്നാണ് ഇനി ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ഒരു സ്വപ്നം, ഒരു ആഗ്രഹം. ജേർണലിസം കോഴ്സ് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. ഇപ്പോ ഒരു ജോലി എന്നുള്ള തരത്തിലേക്കുള്ള ഒരു അഭിപ്രായമാണ്. ഭാവിയിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ആ ജോലി ചെയ്തുകൊണ്ട് ഒരു പത്രപ്രവർത്തനം അവൻ ശ്രമിക്കും എന്ന് ഇതിൽ അർത്ഥമുണ്ടോ? അർത്ഥം ഉണ്ടോ? കാരണം ഒരു സ്വപ്ന മേഖലയാണല്ലോ, ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണല്ലോ പത്രരംഗം. ഒന്ന് പഠിക്കുന്ന കാലം മുതലേ ഒരു പത്രപ്രവർത്തകനാണ് ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർ പത്രരംഗത്ത് വളരെ കുറവാണ്, മാധ്യമരംഗത്ത്. പക്ഷെ അതും ഒരു ചരിത്രം എഴുതാനായിട്ടുള്ള ഒരു ആഗ്രഹം അഭിലാഷനുണ്ടോ? താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സമീപിച്ചാൽ മണ്ണാർക്കാടിനെ കുറിച്ച്, നമ്മുടെ ജന്മനാടായ മണ്ണാർക്കാടിനെ കുറിച്ചിട്ട് എന്താണ് അഭിലാഷ്? മണ്ണാർക്കാട് എന്ന് പറയുന്ന നഗരം കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന്. മണ്ണാർക്കാട് പൂരം എന്ന് പറയുന്ന ചടങ്ങ് മണ്ണാർക്കാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നായർ വീട് എന്ന് പറയുന്ന ആ വീടിനെ കുറിച്ചും, പിന്നെ മമ്മൂക്കയും മുകേഷ് ഷെട്ടറൊക്കെ അഭിനയിച്ച തനിയാവർത്തനം സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ മണ്ണാർക്കാട് എന്ന് പറയുന്ന നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മുടെ ജന്മനാട്ടിലെ ഏറ്റവും അധികം അഭിലാഷന് പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേര് ആരുടെ? അത് കെ കമ്മാപ്പ എന്നുള്ളൊരു അഭിപ്രായം പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്താണ്, വഴികാട്ടിയാണ്, എല്ലാതാണ് എന്ന് പറയാം. പാറപ്പുറം സ്വദേശിയ കിട്ടത്ത് അഭിലാഷിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അഭിലാഷിന്റെ വിവിധ വിഷയങ്ങളിലുള്ള വൈഭവങ്ങളെ കുറിച്ച് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അഭിലാഷ് ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി തന്നെ സമൂഹമായി കോർത്തിണങ്ങുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന വിവിധ വിഷയങ്ങൾ, രാഷ്ട്രീയമാവട്ടെ, കലയാവട്ടെ, സാഹിത്യമാവട്ടെ, കായിക രംഗമാവട്ടെ, മറ്റെന്ത് രംഗവുമാവട്ടെ, തൻ്റെതായ അഭിപ്രായങ്ങളും തൻ്റെതായ കാഴ്ചപ്പാടുകളും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇതിനോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിരവധി വ്യക്തികൾ അഭിലാഷിനെ പ്രോത്സാഹിപ്പിക്കാനും ജീവിതത്തിൽ ശക്തി പകരാനുമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് നമ്മളെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ അഭിലാഷിന്റെ അമ്മ സാവിത്രി, അതുപോലെ തന്നെ അഭിലാഷിന്റെ അച്ഛൻ വിജയൻ, ഇവരെല്ലാം തന്നെ അഭിലാഷിന്റെ ചൈതന്യവും കരുത്തും അതുപോലെ തന്നെ പ്രതീക്ഷയുമാണ്. അതിലുപരിയായി പറയുകയാണെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന, മണ്ണാർക്കാട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന കമ്മാപ്പ സാർ കാലം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച ഇദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എല്ലാവിധ പിന്തുണകളും നൽകിക്കൊണ്ട്, പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ പഠനത്തിലും അദ്ദേഹത്തിന്റെ വളർച്ചയിലും എല്ലാം ഒരു പിതാവിനെ പോലെ കൂടെ നിന്ന ഡോക്ടർ കമ്മാപ്പ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെന്നത് നമ്മൾ ആഹ്ലാദപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമതായി നമ്മുടെ മണ്ണാർക്കാട് പൊതുരംഗത്തെ നിറസാന്നിധ്യമായ PK ശശി, KTDCയുടെ ചെയർമാൻ കൂടിയായ PK ശശി, അദ്ദേഹത്തിന്റെ എല്ലാ വളർച്ചകളിലും, അഭിലാഷിന്റെ എല്ലാ വളർച്ചകളിലും ഒരു പിതൃസ്ഥാനീയനായി അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും നമുക്ക് ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ്.